മതസൗഹാർദ്ദം, മയക്കുമരുന്ന് ദുരുപയോഗം, സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ പൊതുജന അവബോധ ക്യാമ്പയിനുമായി അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന സംഘടനയായ ആയുധിന്റെ നേതൃത്വത്തിലാണ് ഓച്ചിറയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. മതസൗഹാർദ്ദം, മയക്കുമരുന്ന് ദുരുപയോഗം, സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ പൊതുജന ശ്രദ്ധയും അവബോധവും കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായി സംഘടിപ്പിച്ച പരിപാടിക്ക് അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ അമൃത സ്വരൂപാനന്ദപുരി നേതൃത്വം നൽകി. രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുന്ന വലിയ ശൃംഖല ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുവെന്നും തീവ്രവാദമടക്കമുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആ ശൃംഖല സഹായകരമാകുന്നു എന്നും ഞാൻ തിരിച്ചറിയുന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 9ഓളം സ്ത്രീകളെ ചടങ്ങിൽ ആദരിച്ചു. സ്ത്രീ പുരുഷന്മാർ ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണെന്ന അമൃതാനന്ദമയിയുടെ സന്ദേശം ഉൾക്കൊണ്ട് മാനവരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കൃതജ്ഞതയോടെ സ്മരിക്കുവാൻ കൂടി വേണ്ടിയാണ് ഈ പൊതുപരിപാടി സംഘടിപ്പിക്കുന്നതെന്നും സമൂഹത്തിന്റെ നാനാതുറകളിലായി സേവനമനുഷ്ഠിക്കുന്ന വനിതകളെ ആദരിച്ചുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ സന്ദേശം പകരാൻ ശ്രമിക്കുകയാണെന്നും ആയുധ് പ്രവർത്തകർ അറിയിച്ചു. മയക്കുമരുന്ന് നിർമ്മാർജ്ജന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി യുവജന സംഘാംഗങ്ങൾ മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരായ പ്രതിജ്ഞയും എടുത്തു. ഈ വർഷത്തെ ആയുധ് ഗ്ലോബൽ മീറ്റിന്റെ ഭാഗമായാണ് വിവിധ വിഷയങ്ങളിൽ അവബോധം ഉണർത്തുന്നതിനായി ജനകീയ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. മതസൗഹാർദ്ദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി അഹമ്മദിയ മുസ്ലിം മസ്ജിദ്, ക്ലാപ്പന സെന്റ് ജോർജ് ചർച്ച്, ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം എന്നിവിടങ്ങളിൽ മതസൗഹാർദ്ദ സന്ദേശങ്ങളുമായി യുവജന സംഘം സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.